ഹാജറ ബീവി നന്നായപ്പോൾ ഇബ്രാഹിം നബിയുടെ പുന്നാര മകൻ ഇസ്മായിൽ നബി വളർത്തുന്നത് ആ മാതാവ് നന്നായപ്പോൾ പരമ്പര തന്നെ നന്നായി. മകനായ ഇസ്മായിൽ ആ പരമ്പര നന്നായി. ആ പരമ്പരയിലൂടെ ഈ ലോകത്ത് ഉടലെടുത്തു. ആരുടലെടുത്തു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ തന്നെ ഉണ്ടായത് ആരുടെ പരമ്പരയിലാ? മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മമെടുത്തത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പര. ആ ഇസ്മായിൽ ഇബ്രാഹിം നബിയുടെ മകനാണ്. ഈ പരമ്പര നന്നാകാനുള്ള കാരണം ഉമ്മ നന്നായപ്പോഴാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൈക്കുഞ്ഞായിരിക്കുന്ന മകൻ നമുക്ക് ചരിത്രം പറയുന്നില്ല. കൈക്കുഞ്ഞായിരുന്നപ്പോഴേ മക്കയിൽ കൊണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോയി. ആ പൊന്നുപോലും വളർന്ന് വലുതായി. ഖുർആൻ പറഞ്ഞത് ആ പിതാവിന്റെ കൈ പിടിച്ച് നടക്കാറായ പ്രായമെത്തിയപ്പോ, 7 വയസ്സ് പ്രായമെത്തിയപ്പോ ചരിത്രമെല്ലാം അറിയാം. കൈ പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പോയി മലമുകളിലേക്ക് കൊണ്ടുചെന്നു. അറുക്കാൻ പറയാൻ, ആ അറുക്കാനുള്ള കൽപ്പന, അള്ളാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് പറയുമ്പോൾ അനുസരിക്കും ആ പൊന്നുമോൻ. എന്തുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ? ഇബ്ലീസ് വന്ന് തെറ്റിദ്ധരിച്ചപ്പോഴും ആ 7 വയസ്സായ പൊന്നുമോൻ അടിപതരാതെ നിന്നുകൊണ്ട്, ഉപ്പ അള്ളാഹു താങ്കളോട് എന്നെ അറുക്കാൻ പറഞ്ഞുവെങ്കിൽ ഉപ്പ അറുക്കുപ്പ, ഒന്നും പേടിക്കാനില്ല. ഞാനിത് അനുസരണയുള്ള കുട്ടിയെ പോലെ ഞാൻ കിടന്നു തരാം ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആ 7 വയസ്സ് മാത്രം പ്രായമുള്ള മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അന്ന് പ്രവാചകനല്ല, 7 വയസ്സ് പിതാവിന്റെ കയ്യിൽ പിടിച്ചു നടക്കുന്ന പ്രായം, ആ പ്രായത്തിലുള്ള പൊന്നുമോൻ പിതാവിനോട് പറഞ്ഞുവെങ്കിൽ അത് പറയാൻ പ്രേരിപ്പിച്ചത് ആരാണ് എന്റെ പ്രിയമുള്ളവരെ? ഉമ്മയാണ്. ഉമ്മാന്റെ തർബിയത്താണ്. ഉമ്മ നന്നായപ്പോ അവിടെ പിതാവ് വന്നില്ല നന്നാക്കാൻ. അള്ളാഹു ആ പരമ്പരയെ തന്നെ നന്നാക്കി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് ആ കുടുംബത്തിന്റെ ഉത്തമ കുടുംബിനി എന്ന് പറയുന്നത്. മഹാനായ ബുഖാരി ഇമാമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഗ്രന്ഥം അതാണ് ബുഖാരി. ആ ബുഖാരി എഴുതിയ മഹാനായ ബുഖാരി റഹ്മത്തുള്ളാഹി തആല അൻഹു, എന്റെ ഉമ്മ എനിക്കൊരു കുഞ്ഞ് ഗർഭിണിയായിരുന്നപ്പോൾ നീയത്താക്കി കഴിഞ്ഞു, എന്റെ പൊന്നുമോനെ പടച്ചവനെ, എനിക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എനിക്ക് ഹാഫിളാക്കണം, എനിക്കൊരു പണ്ഡിതനാക്കണമല്ല. നിരന്തരമായ പ്രാർത്ഥന. എന്റെ സഹോദരി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്റെ പൊന്നുമോൻ അവനെ ഡോക്ടറാക്കി മാറ്റണം, അവനെ എഞ്ചിനീയറാക്കി മാറ്റണം, അവനെ ഏതെങ്കിലും ഭൗതികമായ മേഖലയിലേക്ക് ഉയർന്നു പോകുന്ന തരത്തിലാക്കി മാറ്റണം. ഇതല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത? മഹാനായ ബുഖാരി ഇമാമിന്റെ ഉമ്മ ഗർഭിണിയായിരുന്നപ്പോഴേ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണല്ലോ, എന്റെ പൊന്നുമോൻ എനിക്കൊരു പണ്ഡിതനാക്കി മാറ്റണമല്ല, എനിക്കൊരു ഹാഫിളാക്കി മാറ്റണമല്ല. ജനിച്ചു വീഴുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ബുഖാരി ഇമാമിന്റെ ഉമ്മ പ്രസവിക്കുമ്പോൾ തന്റെ പൊന്നുമോനെ കാഴ്ചയില്ല, വല്ലാതെ സങ്കടപ്പെട്ടു പോയി. ബുഖാരി ആ പൊന്നുമോനെ കാഴ്ചയില്ല. ഉമ്മാക്ക് വല്ലാത്ത സങ്കടമായി. പടച്ചവരെ, എന്റെ പൊന്നുമോനെ കാഴ്ചയില്ലല്ലോ, എന്റെ പൊന്നുമോനെ എനിക്കൊരു പണ്ഡിതനാക്കി മാറ്റണമല്ലോ, അല്ലാ, ഞാനിനി എന്ത് ചെയ്യാനാ? എന്റെ പൊന്നുമോന് കാഴ്ചയില്ല. പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാണ്. 6 വർഷക്കാലം ദുആ ചെയ്തു. അല്ലാഹുവേ, അനാഥനാണി കുഞ്ഞിയാ റഹ്മാനേ, കണ്ണിന് കാഴ്ച കൊടുക്കണേ മന്നാനേ, അനാഥനാണി കുഞ്ഞിയാ റഹ്മാനേ, കണ്ണിന് കാഴ്ച കൊടുക്കണേ മന്നാനേ. അല്ലാഹുവേ, എന്റെ പൊന്നുമോ കാഴ്ചയില്ലല്ലാ, എന്റെ പൊന്നുമോന് കാഴ്ചയില്ല. ഉപ്പയാണെങ്കിലോ ഗർഭിണിയായിരുന്നപ്പോഴേ മരിച്ചുപോയി. ഉപ്പാടെ മുഖം കാണാതെ ലോകത്തോട് വന്ന മഹാനായ ബുഖാരി ഉമ്മ പൊട്ടിക്കരയുകയാണ്. റബ്ബേ, എന്റെ പൊന്നുമോന് ഉപ്പ പോലും ഇല്ല റബ്ബേ, ഉപ്പായ കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല, പൂർണ്ണമായ അനാഥനാണ്. ഈ പൊന്നുമോന് കണ്ണിന് കാഴ്ചയില്ല. 6 വർഷക്കാലം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ ബുഖാരി ഇമാമിന്റെ ഉമ്മ ദുആ ചെയ്യുകയാണ്.
ഏഴാമത്തെ വർഷം ഇങ്ങനെ മഹാനായ ബുഖാരി ഇമാമിന്റെ ഉമ്മ സുഖമായി കിടന്നുറങ്ങുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമോന് അല്ലാഹുവേ കാഴ്ച കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞു ദുആ ചെയ്ത് കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിലൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു വരികയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ആ അമ്മയോട് പറയുകയാണ്, നിനക്കുത്തരം അല്ലാഹു ചെയ്തു പോയി പെങ്ങളെ, നിനക്കുത്തരം അല്ലാഹു പെണ്ണെ ചെയ്തു പോയി. കുഞ്ഞിന്റെ കണ്ണിന് നല്ല കാഴ്ചയും വന്നു പോയി. നിനക്കുത്തരം അല്ലാഹു പെണ്ണെ ചെയ്തു പോയി. കുഞ്ഞിന്റെ കണ്ണിന് നല്ല കാഴ്ചയും വന്നു പോയി. ഏഴാമത്തെ വർഷമായപ്പോ ആ പൊന്നുമോനെ കണ്ണിന് കാഴ്ച വരികയാ. എന്റെ പ്രിയമുള്ളവരെ, ആ പൊന്നുമോനെ ഉമ്മ പഠിപ്പിക്കാൻ വിടുകയാണ്. പഠിപ്പിച്ച് 16ാമത്തെ വയസ്സിൽ എന്റെ പ്രിയമുള്ളവരെ, ഈ 33, 35, 40, 50 വയസ്സ് കഴിഞ്ഞു പോയ ഞങ്ങൾക്ക് ഒരു ഹദീസ് കാണാതെ അറിയുമോ? 16ാമത്തെ വയസ്സായപ്പോ മഹാനായ ബുഖാരി ഇമാം 70,000 ഹദീസ് കാണാതെ പഠിച്ചു അത്രേ. എന്താണ് ഇതിന്റെ കാരണം? ഉമ്മയാണ്. ഉമ്മ ദുആ ചെയ്തപ്പോ ഉപ്പ നഷ്ടപ്പെട്ടു പോയി, ഉമ്മ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി. ഉപ്പാടെ മുഖംമൂടി പോലും കാണാൻ ഭാഗ്യം ലഭിക്കാതെ ജനിച്ചുപോയ പൊന്നാര മകനായ ബുഖാരി ഇമാം ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട കിതാബിന്റെ ഉടമയായ മഹാനായ ബുഖാരി ഇമാം. എന്റെ സഹോദരിമാരെ, ഇത് ഉമ്മാന്റെ ആ ദുആയ, ഉമ്മാന്റെ ദുആയ, വേറെ ആരുടെയും ദുആയല്ല. ഉമ്മാന്റെ ദുആ പടച്ച തമ്പുരാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു തആല കണ്ണിന് കാഴ്ച തന്നെ കൊടുക്കുകയാണ്. അബുൽ ഹസൻ അലി നദ്വി കേട്ടിട്ടില്ലേ? ഒരുപാട് പറയുവാനുണ്ട്. അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി തആല അൻഹു, അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹ് എന്നും പരിശുദ്ധ ഖുർആൻ ഓതുകയാണ്. എന്നും പരിശുദ്ധ ഖുർആൻ എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതും. ഒരാൾ ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങനെ എന്ന് ഓതാൻ? അല്ല, ഖുർആനും ഹദീസിനും തെളിവുണ്ട്. ഖുർആനും ഹദീസിനും നമ്മൾ പറയുന്നത് പോലെ കൈ ഇങ്ങനെ കെട്ടാൻ ഏത് ഹദീസിലാ തെളിവ്? നിങ്ങൾ ദുആ ചെയ്ത ഹദീസിലാ തെളിവ്? അവർക്ക് ദുആയുമില്ല, കൈ കെട്ടുന്ന പെടലില്ല. ഇപ്പൊ നെഞ്ചിലായി നിൽക്കാൻ കഴിയുമ്പോൾ ഇങ്ങനെ മാറും. ഇപ്പൊ 5 ഗ്രൂപ്പായിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പ് നെഞ്ചിലായി, ഇനി ഓരോ ഗ്രൂപ്പ് മാറി മാറി പെടലിയിൽ വരും. അവസാനത്തിന്റെ ഗ്രൂപ്പിന്റെ ബാക്കിൽ വരും. ഈ അവസ്ഥയിലാണ്. ഇങ്ങനത്തെ അവസ്ഥയാണ് എന്റെ പ്രിയമുള്ളവർ. സൗണ്ട് ഇട്ടോളൂ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, അങ്ങനെ മഹാനായ ബുഖാരി ഇമാമിനെ പോലെ അബുൽ ഹസൻ അലി നദ്വിയെ പോലെ അബുൽ ഹസൻ നദ്വിയുടെ കാര്യം പറഞ്ഞതാണ്. അങ്ങനെ അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി തആല സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതും. എന്താ അതിന്റെ അടിസ്ഥാനം ചോദിച്ചപ്പോ മഹാനായ അബുൽ ഹസൻ അലി നദ്വി പറഞ്ഞത്, എന്റെ ഉമ്മ ചെറുപ്രായത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും പൊന്നുമോനെ സൂറത്തുൽ കഹ്ഫ് നീ ഓതണമെന്ന് എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതാൻ എന്നോട് പറഞ്ഞു. അതല്ലാതെ വേറൊന്നും എനിക്ക് അടിസ്ഥാനമായി പറയാൻ എനിക്കൊന്നുമില്ല. ഇതാണ് എന്റെ പ്രിയമുള്ളവരെ ആ ഉമ്മാന്റെ തർബിയത്ത്. ഉമ്മാന്റെ തർബിയത്ത് അതാണ്. മഹാനായ ഇൽമ പഠിക്കാൻ പോയപ്പോൾ പൊന്നുമോനെ നീ ജീവിതത്തിൽ കളവ് പറയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ പൊന്നുമോനും എന്റെ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. അതാണ് ഉമ്മാന്റെ തർബിയത്ത്. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങൾ ഏത് നിലയിലേക്ക് മക്കളെ ആ ബക്കറ്റ് വന്നിട്ടുണ്ട്, നല്ല നിലയിലിട്ടു, നല്ല ഒരു പിരിവ് ഇൻഷാ അല്ലാഹ് ബക്കറ്റിൽ ഇട്ടു. ചില്ലറാക്കണ്ട, എല്ലാവരും ഇരിക്കും, 1 അരമണിക്കൂർ സഹിച്ചോളൂ. എല്ലാവരും നല്ല നല്ലൊരു സംഭാവന ഇട്ട് കൊടുക്കും. അല്ലാഹുവിനെ കരുണ ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ മഹാനായ നമ്മൾ ഓരോരുത്തരും നമ്മളെ മക്കളെ ഇൽമ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ആരും പേടി വരണ്ട, ആർക്കും ഭയം വരണ്ട. നിന്റെ മക്കളെ ഗൾഫിൽ നിന്നും നിന്റെ ഭർത്താക്കന്മാര് പണം അയച്ചു തന്നിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലും അതുപോലെ തന്നെ സ്കൂളിലും പള്ളിയിൽ വിടേണ്ട, ദീനമായ ബന്ധം വേണ്ട എന്ന് ആര് പറഞ്ഞാലും എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ദീൻ പഠിപ്പിക്കുക എന്നുള്ളത്. എന്തെല്ലാം പ്രതിസന്ധികളും ചെയ്യേണ്ടി വന്നാലും എന്തെല്ലാം പ്രലോഭനം വന്നാലും ശരി, ഇൽമ പഠിപ്പിക്കാതിരിക്കരുത്. അവർ 5 നേരം നമസ്കരിപ്പിക്കണം. സുബൈക്ക് നിങ്ങൾ എഴുന്നേറ്റ്
നമസ്കരിക്കുമ്പോ മക്കളെയും വിളിച്ചു നമസ്കരിപ്പിക്കണം, ലോഹർ നമസ്കരിപ്പിക്കണം, അസ്ർ നമസ്കരിപ്പിക്കണം, വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ നിങ്ങൾ ഓരോ വക്തും നമസ്കരിപ്പിക്കണം. അതിന്റെ വിഷയത്തിൽ എന്തെല്ലാം പ്രതിസന്ധി കണ്ടാം തരണം ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ ഭയപ്പെടാനില്ല, നിങ്ങൾ പേടിക്കാനില്ല. നിങ്ങൾക്ക് മാതൃകയായി നിങ്ങളുടെ ഭർത്താവിന്റെ ക്രൂരമായ ഉപദ്രവം നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നാലും അതിന് മാതൃകയായി നമുക്ക് ഖുർആനിന്റെ പെങ്ങള് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്ന ഒരു സ്ത്രീയുണ്ട്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീ, ഫിർഔന്റെ ഭാര്യയായ ആസിയ. ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയത് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅബലി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. എന്റെ സഹോദരിമാരെ, ഭർത്താവിന്റെ ക്രൂരമായ ഉപദ്രവങ്ങൾക്ക് സഹിക്കുന്ന സഹോദരിമാർക്ക് ഖുർആൻ പറഞ്ഞത് മഹതിയായ ആസിയ ബീവിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായ ഏറ്റവും വലിയ റബ്ബ് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഫിറഔനില്ലേ, ആ ഫിറഔന്റെ ഭാര്യ എന്നൊരു പേരിൽ മാത്രം ഭാര്യാപദം അലങ്കരിച്ചിരുന്ന മഹതിയായ ആസിയ ബീവി ഞങ്ങൾക്ക് മാതൃകയാ. മഹതിയായ ആസിയ